പോൾ കൂലം പുക്കെ പുതിയ ഇസ്ലാമേ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചോവർ. ഈ പദ്യം ഖാലി മുഹമ്മദ് റഹ്മഹുല്ല എഴുതിയതിന്റെ ആശയമാണ് ഇവിടെ നടന്നത്. മഹാനവറുകൾ പറഞ്ഞു, മോനെ, നീ എന്റെ പിന്നാലെ വന്ന് കണ്ടത് രഹസ്യങ്ങളുടെ കലവറയാണ്. നമ്മൾ രാത്രിയിൽ ഇറങ്ങി നടന്നില്ലേ? ബഗ്ദാദിന്റെ ഓരങ്ങളൊക്കെയും താണ്ടിപ്പോയില്ലേ? ചെന്നെത്തിയത് പേർഷ്യയിലെ, ഇന്നത്തെ ഇറാനിലെ ഹമദാൻ എന്ന് പറയുന്ന പ്രത്യേകമായ നഹാവന്തിന്റെ തീരത്തുള്ള സ്ഥലത്താണ് ചെന്നെത്തിയത്. അത് ഹമദാൻ ഇറാനിലെ പഞ്ചായത്തായ ഹമദാനാണ്. ചെന്ന് കയറിയപ്പോൾ നമ്മളൊരു കുടില് കണ്ടില്ലേ? ആ കുടിലിനുള്ളിൽ ഇരുന്ന 6 ആളുകൾ ഇന്നത്തെ അബ്ദാലിന്റെ പദവി വഹിക്കുന്നവരാണ്. 6 ആളുകളിൽ അവർ 7 പേരാണ്. അവരിൽ ഒരാളും മരണാസന്നനായി തൊട്ടപ്പുറത്ത് ചുവരിനപ്പുറമുണ്ട്. അയാളുടെ മരണത്തിന്റെ സമയത്ത് ഞാൻ അവിടെ എത്തിയതാണ്. അത് എന്റെ പ്രവിശ്യയല്ല, എന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷേ അവർ എന്റെ അബ്ദാലല്ല, ഖളിറിന്റെ അബ്ദാലാണ്. വളരെ ചൊങ്കനായൊരു മനുഷ്യൻ പിന്നീട് കയറി വന്നില്ലേ? ഹാദാ ഖളിർ അലൈഹിസ്സലാം. അത് ഖളിറായിരുന്നു മോനെ. ഖളിർ വന്നു. തന്റെ അബ്ദാലിൽപ്പെട്ട ആ 7ാമനായി മരണപ്പെട്ട് കിടന്ന വ്യക്തിയെ ചുമലിലേറ്റി മയ്യിത്ത് സംസ്കരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്ക് കൊണ്ടുപോയി. പിന്നൊരാള് കടന്നു വന്നില്ലേ? അയാള് ക്രിസ്തുന്തീനിയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾക്കാരനാണ്. ഇന്നത്തെ തുർക്കിയുടെ പഴയ പേരാണത്. അയാള് ശരിക്കും മുസ്ലിമല്ല, ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായ കോൺസ്റ്റാന്റിനോപ്പിൾകാരനായ ആ മനുഷ്യനാണ് അടുത്ത അബ്ദാൽ എന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ട് അയാളെ അവിടേക്ക് കൊണ്ടുവന്നതാണ്. ഞങ്ങളെല്ലാവരും ചേർന്ന് കുളിപ്പിച്ചു. ഞങ്ങളെല്ലാം ചേർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഖിർഖ അണിയിച്ചു. അയാളെ അബ്ദാലന്മാരിൽ 7ാമനായി കൽപ്പിച്ചു. അവരാ ആജ്ഞ അംഗീകരിച്ചു. മോനെ, എന്റെ ജീവിത കാലഘട്ടത്തിൽ നീ ഇതാരോടും പറയല്ലേ.